പിന്നെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോമോൻസ് അക്കാഡമി വന്നതിന് ശേഷം ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പല കാര്യങ്ങൾ. അതായത് തിയറി ബേസ് ആണെങ്കിൽ തന്നെ പ്രാക്ടീസ് ഒരുപാട് കാര്യം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് ജോമോൻസ് അക്കാഡമി ബെസ്റ്റ് അക്കാഡമിയാണ്. എൻ്റെ പേര് അനു SM എന്നാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് എൻ്റെ സ്വദേശം. ഞാൻ 2009-13 കാലഘട്ടത്തിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയ ഒരു വ്യക്തിയാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. വർക്ക് ചെയ്യുന്ന സമയം തൊട്ട് എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ കുറേ എക്സാമിനെ കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു പോയി എനിക്കും ഒരു ആഗ്രഹം ഒന്ന് പോയി അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, എനിക്കൊന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്ലാൻ ഇട്ട സമയത്താണ് അറിയുന്നതും പല അക്കാഡമികൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ കുറച്ചുകൂടി എനിക്കൊരു കംഫർട്ടായിട്ട് തോന്നിയ ജോമോൻസ് അക്കാഡമിയാണ്. ജോമോൻസ് അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ അവിടുത്തെ കണ്ടൻറ്റും മെറ്റീരിയൽസും അതുപോലെ തന്നെ ടീച്ചിങ്ങും അതൊന്നും പ്രത്യേകിച്ച് പറയാതിരിക്കണം. അത്രയും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒരു ക്ലാസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ തിയറീസ് നോട്ടെല്ലാം ഉണ്ട്. അപ്പം കംപ്ലീറ്റ് നമ്മൾ ഒരു തിയറി പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയം എന്തായാലും ഉറപ്പാണ്. അത് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോമോൻസ് അക്കാഡമി വന്നതിന് ശേഷം ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് പല കാര്യങ്ങൾ. അതായത് തിയറി ബേസ് ആണെങ്കിൽ തന്നെ പ്രാക്ടീസ് ഒരുപാട് കാര്യം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് ജോമോൻസ് അക്കാഡമി ബെസ്റ്റ് അക്കാഡമിയാണ്. പുറത്തോട്ട് പോകുന്ന ആരാണെങ്കിലും അത് ജോമോൻസ് അക്കാഡമി സെലക്ട് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഇന്നൊരു വിജയം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജോമോൻസ് അക്കാഡമിയിലെ ഓരോ ആൾക്കാർക്കും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടെന്ന് തന്നെ പറയാം.